നമസ്കാരം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം അത് ആസന്നമാണ്, അനിവാര്യമാണ് എന്നുള്ള തരത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇറാനെ പലതരത്തിലും പ്രകോപിപ്പിക്കുന്നുണ്ട് അമേരിക്ക. പക്ഷെ ആ പ്രകോപനത്തിലൊന്നും വീഴാതെ വളരെ സംയമനം പാലിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നമുക്കറിയാമല്ലോ, ഈ ഇറാൻ ജനതയ്ക്കെതിരെ, ഭരണകൂടത്തിനെതിരെ അവിടുത്തെ ജനത പ്രക്ഷോഭം ആരംഭിച്ചു. ആ പ്രക്ഷോഭം കഴിഞ്ഞ കുറച്ച് നാളുകളായി തുടരുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ആ തുടർച്ചയുടെ ഭാഗമായിട്ടായിരുന്നു ട്രംപിൻ്റെ ഒരു ഇടപെടൽ. പ്രക്ഷോഭകാരികൾക്ക് സഹായം വാഗ്ദാനം ചെയ്തുകൊണ്ട്, നിങ്ങൾ സമരം ചെയ്യൂ ആയത്തുള്ള അലി ഖമേനിക്കെതിരെ, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം, ആ ഭരണകൂടത്തിനെ തകർത്തെറിയൂ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ട്രംപ് പ്രക്ഷോഭകാരികൾക്ക് സഹായ വാഗ്ദാനം ചെയ്തെത്തിയത്. പക്ഷെ അത് പലവട്ടം പറഞ്ഞു വിലക്കുന്ന തരത്തിലേക്ക് ഇറാൻ ട്രംപിനോട് ആവശ്യപ്പെടുകയും അമേരിക്കയോട് ആവശ്യപ്പെടുകയും ചെയ്തതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ പലപ്പോഴും ട്രംപ് അതിരുകടന്ന പല പ്രവർത്തനങ്ങളും ഇറാനെതിരെ നടത്തുന്നുണ്ടായിരുന്നു. ഇറാൻ ജനതയെ തന്നെ ഇറാനെതിരെ തിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അവസാനം പ്രക്ഷോഭകാരികൾക്ക് സഹായം നൽകാമെന്നൊക്കെ പറഞ്ഞ സഹായ വാഗ്ദാനം മാത്രമായിട്ട് നിന്നും സഹായം നൽകിയില്ല. അതൊക്കെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയ പ്രക്ഷോഭകാരികളെങ്കിലും ഒരു യുദ്ധമെന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് കൊണ്ടെത്തിച്ചത് അവിടുത്തെ ഈ പ്രക്ഷോഭകാരികളെ കഠിനമായ ശിക്ഷ നൽകുന്നതിലേക്ക് ഇറാൻ ഭരണകൂടം പോയി. അപ്പോൾ അത്തരത്തിലൊരു ഭരണകൂടം അവിടുത്തെ പ്രക്ഷോഭകാരികളെ വധിക്കുന്ന തരത്തിലേക്ക് എത്തുന്നു എന്നുള്ളതിനെയാണ് ട്രംപ് വളരെ നിശ്ചിതമായിട്ട് എതിർക്കുകയും ഇനി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ വീണ്ടും ഇറാനെതിരെ ആക്രമണം അയച്ചുകൊള്ളുമെന്നുള്ള പ്രസ്താവന നടത്തി മുന്നോട്ട് വരികയും ചെയ്തത്. പക്ഷേ സ്വന്തം രാജ്യത്തെ ജനങ്ങളെ, അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തിനോട് കൂറില്ലാതെ പെരുമാറുന്ന ഒരു സമൂഹത്തിനെ വളരെ കൃത്യമായി അവരുടെ ഭരണ സംവിധാനങ്ങൾ ഉപയോഗിച്ച് വളരെ കർക്കശമായി ആ ജനതയെ ഭരിക്കാൻ ശ്രമിക്കുന്ന ആയത്തുള്ള അലി ഖമേനി, ആ ഇറാൻ അല്ലെങ്കിൽ ഇറാൻ ഭരണകൂടം, ഇതിനെതിരെ ട്രംപ് എന്ന് പറയപ്പെടുന്നത് പലപ്പോഴും പല രാജ്യങ്ങളും, ഇന്ത്യ അടക്കമുള്ള പല രാജ്യങ്ങളോടും അവരുടെ അഭിപ്രായം പറഞ്ഞ് മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെയാണ് നമുക്കറിയാം അമേരിക്ക ഇറാനെതിരെയും അത്തരത്തിലൊരു ഉപരോധം ഏർപ്പെടുത്തി മുന്നോട്ട് വരുന്നത്. ആ ഉപരോധങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് തന്നെയാണ് ഇറാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ ഇത്രയും വിശദമായിട്ട് പറഞ്ഞത് എന്ന് വെച്ചാൽ, അപ്പോൾ ഇറാൻ എന്ന് പറയപ്പെടുന്ന ഒരു രാജ്യവും ആ ഇറാൻ എന്ന് പറയപ്പെടുന്ന രാജ്യത്തിനെ ലോകശക്തി എന്ന് പറയപ്പെടുന്ന അമേരിക്ക എതിർക്കാൻ ശ്രമിക്കുന്നതും യുദ്ധം ചെയ്യാൻ ശ്രമിക്കുന്നതും ശരിയായിട്ടുള്ളൊരു രീതിയാണോ എന്നുള്ളതാണ്. അങ്ങനെ അവരുടെ രാജ്യത്ത് ഭരണം നടക്കുന്നുണ്ട്. ഒരു രാജ്യത്തെ ഭരണത്തിനകത്തേക്ക് കൈകടത്തേണ്ട ആവശ്യം ഒരിക്കലും ട്രംപിനെ പോലുള്ളൊരു പ്രസിഡന്റിന് ഇല്ല, അല്ലെങ്കിൽ അമേരിക്കയ്ക്കില്ല എന്നിരിക്കെ ട്രംപ് എല്ലായിടത്തും ഈ പ്രവർത്തനം നടത്തുന്നത് ശരിയാണോ? വെനിസ്വേലയിലെ നിക്കോളസ് മഡ്യൂറോയെ പുറത്താക്കിയത് അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. ആ സാഹചര്യത്തിലാണ് ഈ അമേരിക്കയെ നമ്മൾ ലോക പോലീസ് എന്നൊരു വാക്ക് കൊണ്ട് വിശേഷിപ്പിക്കാറുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഏത് രാജ്യത്തിൻ്റെ ഏത് വിഷയത്തിലും എപ്പോൾ വേണമെങ്കിലും ഒരനുവാദവും ഇല്ലാതെ ഏകപക്ഷീയമായി കടന്നു കയറി അഭിപ്രായം പറയുകയോ നടപടികൾ എടുക്കുകയോ ചെയ്യുന്ന മുൻകാല പ്രവർത്തികൾ കൊണ്ടാണ് അങ്ങനെ ഒരു പേര് വീണത്. അത് ചില പ്രസിഡന്റുമാർ അമേരിക്കയ്ക്ക് വരുമ്പോൾ അതിന് മാറ്റമുണ്ടാകും. ഇപ്പം ബരാക് ഒബാമ ഒക്കെ ഉണ്ടായിരുന്ന ഒരു 4 വർഷക്കാലം നമുക്ക് അമേരിക്കയെ കുറിച്ച് അറിയാം. ഈ ഇപ്പോൾ കേൾക്കുന്നത് പോലെയുള്ള വലിയ വിഷയങ്ങളൊന്നും അന്നുണ്ടായിട്ടില്ല. ഇവിടെ അമേരിക്ക ഇറാന്റെ ആഭ്യന്തര കാര്യങ്ങളിലാണ് ഇടപെടുന്നത്. അതെ. ആ ആഭ്യന്തര കാര്യം എന്താണ്? ഇറാനിലെ പ്രസിഡന്റോ അല്ലെങ്കിൽ അവിടുത്തെ ഭരണകൂടമോ അവിടുത്തെ ചില വിഭാഗം ജനങ്ങളോട് അനീതി കാണിക്കുന്നു. ആ അനീതി കാണിക്കുന്നെങ്കിൽ അത് അവിടെ തെരഞ്ഞെടുപ്പോ അല്ലാതുള്ള സംവിധാനങ്ങളോ കോടതികളോ ജനങ്ങളോ തീർത്തോളും. ഈ അമേരിക്കയ്ക്ക് എന്താ കാര്യം? അങ്ങനെ ഏത് രാജ്യത്തും ഇതുപോലെ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ കയറി ഇടപെടാനുള്ള അധികാരം ആരാണ് കൊടുത്തിട്ടുള്ളത്? ഇവിടെ നമ്മൾക്കിപ്പോൾ നിർഭാഗ്യവശാൽ എന്ന് തന്നെ പറയേണ്ടി വരും. ഐക്യരാഷ്ട്ര സഭയുണ്ട്. ഒക്ടോബർ 24 നമ്മളെ എല്ലാ രാജ്യക്കാരും കൊട്ടിഘോഷിക്കും. ലോക സമാധാനത്തിന് പണ്ട് തയ്യാറാക്കിയ സംവിധാനമാണ്. എന്ത് പ്രയോജനം? ഈ രീതിയിൽ കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ US ഈസ് ഈക്വൽ ടു UNO, അല്ലെങ്കിൽ UNO ഈസ് ഈക്വൽ ടു US എന്ന് പറയുന്ന നിലയിലേക്ക് പോവുകയല്ലേ. ഇപ്പൊ നോക്കൂ, ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായപ്പോൾ അതിനെ ഞങ്ങളാണ് പറഞ്ഞ് ഇല്ലാതാക്കിയത്, അതുകൊണ്ട് നോബൽ സമ്മാനം ഞങ്ങൾക്ക് തരണം എന്ന് ട്രംപ് ആഗ്രഹിച്ചു.
ആ ആളാണ്. ഹമാസിന്റെ യുദ്ധം നടന്നപ്പോഴും അതേ പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു. ഹമാസിന്റെ യുദ്ധം നടത്തി, ഗാസയിലെ യുദ്ധം നടത്തി, ഞങ്ങളാണ് അങ്ങനെ 7 or 8 യുദ്ധങ്ങൾ ഞാൻ ഇടപെട്ട് ഒത്തുതീർപ്പാക്കിയിട്ടുണ്ട്. ഈ 8 യുദ്ധങ്ങൾ ഒത്തുതീർപ്പാക്കിയ എനിക്കല്ലേ ഏറ്റവും കൂടുതൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹത എന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റ് രാജ്യങ്ങളിൽ കയറി യുദ്ധം ഉണ്ടാക്കിയതോ അത് എത്ര രാജ്യങ്ങളിലായിരിക്കും? അതെ അതെ. അപ്പോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെനസ്വേലയിലെ നിക്കോളസ് മഡൂറോയെ പ്രധാനമന്ത്രി അദ്ദേഹത്തിനെ ബന്ദിയാക്കുന്ന തരത്തിലേക്ക് എത്തപ്പെടുന്നു. അതിനുശേഷം ഈ പറഞ്ഞ പോലെ അടുത്ത രാജ്യം തനിക്ക് ലഭിക്കണമെന്നുള്ള ഗ്രീൻലാൻഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ കയറി കൈകടത്തുന്നു. ഇപ്പോൾ ഈ പറയുന്ന പോലെ ഇറാനിലേക്ക് ആക്രമണം നടത്താൻ പോകും. പക്ഷെ ഇറാനിലേക്ക് ആക്രമണം നടത്തിയാൽ ട്രംപ് പാഠം പഠിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ ഇറാൻ അത്രത്തോളം ഈ മിസൈൽ സാങ്കേതിക വിദ്യയിലാണെങ്കിലും പ്രാദേശികമായിട്ട് ആയുധങ്ങൾ നിർമ്മിക്കുന്ന കാര്യത്തിലാണെങ്കിലൊക്കെ അവർ അഗ്രഗണ്യരാണ്. അവരെ തകർത്തെറിഞ്ഞുകൊണ്ട് ഒരു മുന്നേറ്റം നടത്തുവാൻ ട്രംപിനാകില്ല. ട്രംപ് ഒരു ചെറിയ പിന്മാറ്റം നടത്തുന്ന പോലും ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളാണ്. കാരണം ഇറാൻ പറഞ്ഞിട്ടുള്ളത് എന്താ? ഇറാൻ പറഞ്ഞിട്ടുള്ളത് ഏതെങ്കിലും തരത്തിൽ US അമേരിക്ക ഒരു ആക്രമണം ഇറാനെതിരെ നടത്തുന്ന അടുത്ത സെക്കൻഡിൽ മിസൈൽ വീഴാൻ പോകുന്നത് അല്ലെങ്കിൽ ബോംബ് വർഷിക്കാൻ പോകുന്നത് ഇസ്രായേലിലും തുർക്കിയിലും ഖത്തറിലും ഒമാനിലും അടക്കമുള്ള അല്ലെങ്കിൽ സൗദിയിലും അടക്കമുള്ള ഗൾഫ് രാഷ്ട്രങ്ങളിലായിരിക്കും. അത് US-ന്റെ സൗഹൃദ രാഷ്ട്രങ്ങളുമാണ്. അപ്പോൾ അവരെ ആയിരിക്കും ആദ്യം ആക്രമിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഈ ട്രംപിനെ തടവിലാക്കുക എന്നാണ് ഇറാന്റെ വാദം. അങ്ങനെ സംഭവിക്കും തോന്നുന്നുള്ളൂ. അത് ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എനിക്ക് തോന്നുന്നത് അവർ പറയുന്നതിനേക്കാൾ ചെയ്യാൻ കഴിവുണ്ടായിട്ടാണ് അവർ പറയുന്നത്. ഈ വേറെ ചില രാജ്യങ്ങൾ അങ്ങനെയല്ല, ഈ വീമ്പിളക്കും. ഈ വീമ്പിളക്കുന്നതല്ലാതെ ഒന്നും കാണത്തില്ല. ഇറാൻ എൻ്റെ ഒരു നിരീക്ഷണത്തിൽ തിരിച്ചാണ്. ആവശ്യത്തിൽ കവിഞ്ഞതുണ്ട്, പക്ഷെ ഉണ്ടെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് കിടക്കുന്നില്ല. ഈ ഒന്നും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് യുദ്ധത്തിന് വന്നാൽ തിരിച്ചടിക്കാനും പറ്റും. ഇപ്പൊ ഇന്ന് 2 ദിവസം കൊണ്ട് അവർ പറയുന്നത് എന്താ? ഈ USS എബ്രഹാം ലിങ്കൺ അല്ല, അമേരിക്കയുടെ മുഴുവൻ കപ്പൽ പടയും കൂടെ ഇറാനിലേക്ക് വന്നാൽ ഞങ്ങൾക്കൊരു പേടിയും ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ആദ്യത്തെ ഡിമാൻഡ് ഈ യുറേനിയം സമ്പുഷ്ടീകരിച്ച് ആണവ കാര്യങ്ങൾക്ക് ഇറാൻ ഉപയോഗിക്കുന്നത് നിർത്തലാക്കണമെന്നുള്ളതാണ്. ഇത് അമേരിക്ക ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. 1974 മെയ് മാസം 18 ഇന്ദിരാഗാന്ധി രാജസ്ഥാനിലെ പൊക്രാനിൽ അണുബോംബ് പരീക്ഷണം നടത്തി. അന്ന് അന്നത്തെ പ്രസിഡന്റ് പറഞ്ഞു, ആണവ നിർവ്യാപന കരാറിൽ ഇന്ത്യ ഒപ്പിടണം, ഇല്ലെങ്കിൽ ഞങ്ങൾ ഉപരോധം ഏർപ്പെടുത്തുമെന്ന്. ഇന്ദിരാഗാന്ധി പോയി പണി നോക്കാൻ പറഞ്ഞു. പക്ഷെ അതേ അമേരിക്ക തന്നെ ജോർജ് ബുഷ് വന്നപ്പോൾ 2008 ഇൻഡോ US ആണവ കരാർ ഇങ്ങോട്ട് വന്ന് ഒപ്പിട്ട് പോവുകയും ചെയ്തു. അപ്പൊ ആ അർത്ഥത്തിൽ ഇറാന് ആകെ ഒരു ഇതുള്ളത് ഇന്ത്യയാണ്. അപ്പം ഇന്ത്യ ഒരു സൈനിക ശക്തി ഒന്നുമല്ല, ഇറാനെ പോലെ എങ്ങും ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ നോക്കൂ, ഇപ്പൊ ഈ അമേരിക്ക ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളുടെ നാടൻ രീതിയിൽ പറഞ്ഞാൽ, അയലത്തെ വീട്ടിൽ ഭാര്യയും ഭർത്താവുമായിട്ട് വഴക്കുണ്ടായാൽ നമ്മളാണോ പോയി അവിടുത്തെ വഴക്ക് തീർക്കേണ്ടത്? അതേ രീതിയിലല്ലേ ചെയ്യുന്നത്. അത് ചിലയിടത്ത് അങ്ങനെ വഴക്കിന് തീർക്കാൻ ചെന്നാൽ ഈ ഭാര്യയും ഭർത്താവും കൂടെ ചെല്ലുന്നവനെ തീർക്കും. അത് ചിലപ്പോൾ ഇവിടെ സംഭവിക്കും. ഇറാനിൽ സംഭവിക്കാൻ ഇപ്പൊ സംഭവിക്കും. ഇറാനിലെ പ്രക്ഷോഭകാരികൾ അവസാനം അവരുടെ ഇറാൻ ജനതയാണ്, അവരൊന്നിച്ചിട്ട് തിരിച്ച് അടിക്കുന്ന ഒരു സാഹചര്യം. എന്ന് മാത്രമല്ല, ഇതൊരു ട്രാപ്പാണോ എന്ന് പോലും അറിയാനൊക്കില്ല. ഈ അയത്തുള്ള അലി ഖൊമേനിയുടെ ആൾക്കാർ തന്നെ നിങ്ങൾ ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നടത്തി വെക്കണം, അപ്പൊ അവന്മാര് വരുമ്പോ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ എന്ത് തന്ത്രവും ഇവിടെ വരാം. പക്ഷെ അവിടെയൊക്കെ നമ്മൾക്ക് കാണേണ്ടുന്ന കാര്യം ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഒരു ഡിമാൻഡ് ആദ്യം വെച്ചു, അത് ഈ യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തലാക്കണമെന്ന്. എന്നിട്ട് ജൂണിൽ 12 ദിവസം ഇവര് യുദ്ധം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒമാനിൽ വെച്ച് സമാധാന ചർച്ചയ്ക്ക് എല്ലാവരും കൂടി ഇടപെട്ടപ്പോൾ ഇവര് പോയി. ആ ചർച്ചയിൽ രണ്ടാമത്തെ പുതിയ ഡിമാൻഡുകൾ വരികയാണ്, നിങ്ങള് ബാലിസ്റ്റിക് മിസൈലുകളൊന്നും ഉണ്ടാക്കാൻ പാടില്ല. പിന്നത്തെ ഡിമാൻഡ്, ഗറില്ല ഗ്രൂപ്പ് ഒളിപ്പോരാളികളുണ്ട്, അവന്മാരെ ഒന്നും സഹായിക്കാൻ പാടില്ല. ചുരുക്കി പറഞ്ഞാൽ ഇറാൻ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് എന്നൊക്കെ ഞാൻ പറയും, നിങ്ങൾ കേൾക്കണം എന്ന് പറയുമ്പോൾ പോയി പള്ളി പറഞ്ഞാൽ മതി എന്നൊക്കെ ഇവിടെ നമ്മൾ ഈ കളിയാക്കി പറയുന്നത് കണക്ക് അതങ്ങ് അമേരിക്കയിൽ ചെന്ന് പറഞ്ഞാൽ മതി. ഇറാനിലോട്ട് കയറി കളിക്കണ്ട. ഇറാന് വേറൊരു പാരമ്പര്യം കൂടിയുണ്ട്. അവർക്ക് ഏത് രാഷ്ട്രമെന്നൊന്നുമില്ല. അങ്ങോട്ട് എന്തെങ്കിലും രീതിയിൽ ഒന്ന് ചെന്നാൽ, ഇറാനും ഇറാഖും തമ്മിൽ എത്ര വർഷമായി യുദ്ധം ചെയ്തത് ഇല്ലേ? ഇറാഖ്
ആദ്യം കയറി കുവൈറ്റിനോട് യുദ്ധം ചെയ്തു, ഇറാനോട് യുദ്ധം ചെയ്തു. അപ്പോൾ നോക്കൂ, ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ പോയി ഇടപെടുന്നവനൊക്കെ ഈ വാളെടുത്തവൻ വാളാൻ എന്ന് പറയുന്നത് പോലെ അമേരിക്കയ്ക്ക് ഇനിയും മുന്നോട്ട് ഈ ഇറാന്റെ അടുക്കൽ പോയാൽ കനത്ത തിരിച്ചടി കിട്ടും എന്നുള്ളതിന് ഒരു സംശയവുമില്ല. എന്ന് മാത്രമല്ല, അവിടുത്തെ ജനങ്ങളും ഒന്നടങ്കം ഈ ഭരണകൂടത്തെ ഇഷ്ടപ്രകാരമായാലും പേടിച്ചായാലും സപ്പോർട്ട് ചെയ്യും. വേറെ പല രാജ്യങ്ങൾക്കും അങ്ങനെ ഒരു ഗുണം കിട്ടില്ല. അവിടെ രണ്ട് വിഭാഗം വരും. അവിടെ കോടതികൾ ഇടപെടും, അവിടെ എതിർ പാർട്ടികൾ വരും. ആഭ്യന്തരമായിട്ട് പോലും ആ ഗവൺമെന്റിനും ഭരണാധികാരികൾക്കും എതിരെ ഒരു പ്രതിഷേധം ഉണ്ടാവും. അവിടെ അങ്ങനെ ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല. ഇനി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ നിർദാക്ഷണ്യം അങ്ങ് കൊന്നേക്കുകയാണ്. അല്ല, അത് തന്നെയാണ് ഇറാന്റെ ഒരു പദ്ധതി എന്ന് പറഞ്ഞാൽ. ഇപ്പൊ തന്നെ അമേരിക്കയുടെ USS വിമാനവാഹിനി കപ്പലാണുള്ള ഈ എബ്രഹാം ലിങ്കൺ. അതെ, ആ USS എബ്രഹാം ലിങ്കൺ അവിടെ കിടക്കുക. അതെ, അവര് നങ്കൂരിട്ട് കിടക്കുകയാണ്. എപ്പോ വേണമെങ്കിലും ഇറാനെതിരെ ശക്തമായിട്ടുള്ള ആക്രമണം നടത്താൻ വേണ്ടിയിട്ട്. അതിൽ നിന്ന് കുതിച്ചുയരുന്ന മിസൈലുകൾ രക്തരൂക്ഷിതമായിട്ടുള്ളൊരു യുദ്ധത്തിലേക്ക് എത്തിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഇറാനെതിരെ അത്തരത്തിൽ രക്തപങ്കിലമാകുന്ന ഒരവസ്ഥ അവിടുത്തെ തെരുവീഥികളിൽ ഉണ്ടാക്കിയെടുക്കുവാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. പക്ഷെ ആ ശ്രമം എന്ന് പറയപ്പെടുന്നത് ഒന്നുകിൽ ഇതോടുകൂടി അമേരിക്കയുടെ അവസാനമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒന്നുകിൽ ഇതോടുകൂടി അമേരിക്ക അവസാനിക്കും, അല്ലെങ്കിൽ ട്രംപിനെ അവർ വളരെ നിഷ്ഠൂരമായിട്ട് വധിക്കുകയോ അല്ലെങ്കിൽ തടവിലാക്കുകയോ ചെയ്യുന്ന ഒരു തരത്തിലേക്ക് എത്തപ്പെടും. ഒരു ചെറിയ രാജ്യമാണ് ഇറാൻ എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ചെറിയ രാജ്യത്തെ ഏത് വിധേനയും തച്ചു തകർക്കാം എന്നുള്ള അഹങ്കാരത്തിലാണ് ട്രംപ് മുന്നോട്ട് പോകുന്നത്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ വെനസ്വേലയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളാണ്. വെനസ്വേല എന്ന് പറയപ്പെടുന്ന ചെറിയൊരു രാജ്യമാണ്. ആ ചെറിയൊരു രാജ്യത്തിൽ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് അവരെ അടിച്ചമർത്തുവാനും കീഴ്പ്പെടുത്താനും കഴിഞ്ഞു. അതുകൊണ്ടാണ് നിക്കോളസ് മഡുറോയെ തടവിലാക്കാൻ കഴിഞ്ഞത്. അതുപോലെ നിക്കോളസ് മഡുറോയെ തടവിലാക്കാൻ കഴിഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ ഇറാനിൽ വന്ന് ആയത്തുള്ള അലി ഖമേനിയെ തടവിലാക്കുക അല്ലെങ്കിൽ വധിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ട്രംപ് എത്തുന്നത്. ട്രംപിന്റെ ബാക്കിയുള്ള മേഖലകളിലെ പ്രവർത്തനങ്ങൾ ചിലപ്പോൾ ഇന്ത്യയോട് പോലും അദ്ദേഹത്തിന്റെ ചതിയൊക്കെ നടക്കും. കാരണം ഇവിടെ അമേരിക്ക വരുന്നു എന്ന് പറയപ്പെടുമ്പോൾ, അല്ലെങ്കിൽ വ്യാപാര കരാറുകളൊക്കെ ഇന്ത്യയിൽ നടപ്പിലാക്കുമ്പോഴും ഇന്ത്യയിൽ ഇവിടെ വിനീത വിധേയരായി നിൽക്കുന്ന പ്രധാനമന്ത്രിയൊക്കെ കാണേണ്ടി വരുന്നത് ഗതികേടാണ്. അങ്ങനെയൊന്നും ഇല്ലാതിരുന്നുവെങ്കിൽ കുറച്ചുകൂടി ട്രംപിനെയൊക്കെ വരുതിയിലാക്കാൻ കഴിയുമായിരുന്നു. മറ്റൊന്ന്, ഈ ഇറാൻ എന്ന് പറയപ്പെടുന്നത് ഇങ്ങനെ മറ്റുള്ള രാജ്യങ്ങൾ ചെയ്യുന്നത് പോലെ വിനീത വിധേയരായി നിൽക്കില്ല. അവർ തിരിച്ചടിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തിരിച്ചടി എന്ന് പറയുന്നത് വളരെ ഭയാനകമായിരിക്കും എന്നുള്ളതാണ് വസ്തുത. ഈ ചബഹ കടലിടുക്ക് വരെ ഇവർക്ക് അത്തരത്തിലുള്ള ചില സാധ്യതകൾ തുറന്നിട്ടിട്ടുണ്ട്. അവർക്ക് അതുവഴിയുള്ള അവരുടെ യാത്രകൾ, അല്ലെങ്കിൽ അവരെ ആക്രമിക്കാനെത്തുന്നവർ അവിടെ തട്ടി തടഞ്ഞു പോവും. കപ്പൽ മാർഗമുള്ള ഏതെങ്കിലും തരത്തിലുള്ള യുദ്ധങ്ങൾ നടത്തിയാൽ പോലും ഇവർക്ക് ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല. കാരണം അത് ഇറാന്റെ ഒരു പ്രതിരോധ മേഖലയാണ്. അപ്പോൾ ഇങ്ങനെ ഇറാൻ എല്ലാ അർത്ഥത്തിലും സജ്ജരാണ്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള യുദ്ധത്തിന്റെ സന്നാഹം മുഴക്കുവാൻ അമേരിക്ക തയ്യാറാകുന്ന അടുത്ത നിമിഷം അമേരിക്ക കത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒപ്പം തന്നെ ഈ ഇസ്രായേൽ അടക്കമുള്ള ബാക്കിയുള്ള സഖ്യരാഷ്ട്രങ്ങളുണ്ടല്ലോ ഇവരോടൊപ്പം നിൽക്കുന്ന, അതും കത്തിച്ചാമ്പലാകാനുള്ള സാധ്യതയല്ലേ കാണുന്നത്? തീർച്ചയായിട്ടും ഇതിപ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ മാത്രമുള്ള ഒരു വിഷയമായി ഇത് തീരില്ല. ഇപ്പോൾ തന്നെ ഇറാൻ ചൈനയും പാകിസ്ഥാനുമായിട്ട് റഷ്യയും ഒക്കെ ആയിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അമേരിക്കയുടെ ട്രംപിന്റെ ഇപ്പോഴത്തെ പോക്കിനെ, അമേരിക്ക എന്നുള്ള ഒരു രാജ്യത്തെ മൊത്തത്തിലല്ല, അവിടെ പലപ്പോഴും ഒരു രാജ്യത്തെ മറ്റു രാജ്യങ്ങൾ വിലയിരുത്തുന്നത് ആ സമയത്തെ ഭരണാധികാരി എടുക്കുന്ന നിലപാടുകളെയാണ്. അപ്പം ട്രംപിന്റെ ഇപ്പോഴത്തെ നിലപാട് അമേരിക്കക്കാർക്ക് പോലും അവർക്ക് പോലും സ്വീകാര്യമല്ലാത്ത നിലപാടുകളാണ്. പിന്നെ ഒരു രാജ്യം എന്നുള്ള നിലയിൽ അമേരിക്കൻ പ്രസിഡന്റ് വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കും എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും മുന്നോട്ട് പോകാൻ കഴിയുന്നത്. ഇനി ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അമേരിക്കയെ സഹായിക്കുന്ന രാഷ്ട്രങ്ങളും അവരുടെ ശത്രു രാജ്യമാണ്. സാധാരണ വേറെ ചില രാജ്യങ്ങൾക്ക് അങ്ങനെയല്ല. അവരെ ആരെങ്കിലും ആക്രമിച്ചാൽ ആക്രമിക്കുന്നവ മാത്രമേ ശത്രുവുള്ളൂ. ഇറാന്റെ ഒരു സ്വഭാവം അതല്ല. ഈ അമേരിക്ക ആണ് ആക്രമിക്കുന്നതെങ്കിൽ അമേരിക്കയെ ആരൊക്കെ സഹായിക്കുന്നു? ഇസ്രായേൽ അടക്കം എല്ലാം. അതായത് ശത്രുവിന്റെ മിത്രങ്ങളും ശത്രുക്കളാണ്. അതൊരു വല്ലാത്ത പോളിസിയാണ്. എന്നിട്ട് ഇപ്പോൾ ഈ മറ്റ് രാജ്യങ്ങൾ, ഇന്ത്യ എന്ന് പറയുന്ന വലിയ രാജ്യത്തിന്റെ യുദ്ധം പോലും അവസാനിപ്പിച്ചത്, ഇടപെട്ടത് ഞാനാണെന്ന് ട്രംപ് പറയുന്നല്ലോ. കൊച്ചു രാജ്യമായ ഇറാന്റെ അടുക്കെ വന്ന് നിർത്താൻ പറഞ്ഞിട്ട് കേൾക്കുന്നു. അപ്പം വലിപ്പത്തിൽ കാര്യമില്ല, ആർജവം, ഇച്ഛാശക്തിയാണ്. ഇറാൻ യുദ്ധം നിർത്തണമെങ്കിൽ
ഇറാൻ വിചാരിക്കണം. അതാണ്. ബാക്കി മുഴുവൻ രാജ്യങ്ങളും കൂടെ ഇറാനോട് പറഞ്ഞാലും ഇറാൻ കേൾക്കില്ല. അവര് പറയും യുദ്ധം തുടങ്ങണമെങ്കിലും നിർത്തണമെങ്കിലും ഞങ്ങൾ വിചാരിക്കും. അല്ലാതെ വേറെ ആരും കയറി ഇടപെട്ട് ഞങ്ങളെ അങ്ങ് സൈന്യ ആക്രമണത്തിലൂടെ ഇല്ലാതാക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല എന്നുള്ള കൃത്യമായ ഒരു ഭരണാധികാരിയുടെ, ഒരു രാജ്യത്തിന്റെ അഭിമാനമാണത്. അത് പിന്നീട് ആ രാജ്യം വേറെ എന്തെങ്കിലും നല്ലതാണോ മോശം അത് വേറെ കാര്യം. പക്ഷെ ഒരു രാജ്യത്തിന് ഒരു അഭിമാനം വേണം. ആ അഭിമാനത്തിൽ അതുകൊണ്ടാണ് ഇറാൻകാർക്ക് ആ ആത്മാഭിമാനം ഉള്ളത് കൊണ്ടാണ് ഈ ആയത്തുള്ള ഖൊമേനിക്കും അബ്ബാസിനും ഒക്കെ ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നത്. അത് തീർച്ചയായും മറ്റ് രാജ്യങ്ങളും നശീകരണമല്ല, ആ ഒരു യൂണിറ്റി, രാജ്യം എന്ന് കേട്ടാലുള്ള അഭിമാനം, അത് ഇവിടെ നമ്മളെല്ലാവരും രാവിലെ എഴുന്നേറ്റിട്ട് ഇന്ത്യ എന്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരെന്നൊക്കെ പറയുന്നേ അല്ലാതെ ഒരു കാര്യത്തിലും ഇന്ത്യ എന്നുള്ള ഒരു യൂണിറ്റി ഇവിടെ ഇല്ല എന്ന് മാത്രമല്ല, ഉള്ള അഭിമാനവും കൂടെ ഇല്ലാതാക്കാൻ അമേരിക്ക പറയുന്നത് കേട്ടുകൊണ്ട് രാജ്യത്തെ അപമാനിക്കുന്ന ഭരണാധികാരികൾ ഇത് കണ്ടുപഠിക്കണം. ഇറാനെ കണ്ടുപഠിക്കണം എന്ന് നമുക്ക് പറയേണ്ടി വരും. തീർച്ചയായും.